അപ്പോൾ ഹണി റോസിനോട് പറയാനുള്ളത് ഹണി റോസ് സമൂഹത്തിൽ ഒരു മനുഷ്യർക്ക് ഒരു സാലറിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആരൊക്കെ പത്താളാരാ എപ്പോ പുറപ്പെട്ടാ ബോച്ചനാണാടി? ഇന്നലെ. ഇപ്പൊ സന്തോഷാണ് അപ്പൊ വിട്ട് കഴിഞ്ഞാല്? ചോറിനാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല? ഉച്ചക്കൊന്നും കഴിച്ചില്ല, വൈകുന്നേരം കഴിച്ചിട്ടില്ല. അത്രക്ക് ഇഷ്ടമാണ് ബോച്ചനെ. ബോച്ചയുടെ സഹായമൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്താണ് ചെയ്തിട്ടുള്ളത്? ഇഷ്ടം പോലെ സഹായിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് കഞ്ഞി വരെ ഞങ്ങൾക്ക് ബോച്ചയാണ് പൈസ തരുന്നത്. കോരി കൊടുത്തിട്ടും ഭാര്യ കൊടുത്തിട്ടും ശീലം ബോച്ചക്കൊള്ളു. പിന്നെ ബോച്ച കോമാളി കളിച്ചിട്ടും ഞങ്ങൾക്ക് ബോച്ചേന്റെ കോമാളി ഇഷ്ടം. ആ വർത്താനം പറയണൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടം. ആ നടിയോട് എന്താണ് പറയാനുള്ളത്? നടിയോട് പറയാനുള്ള ഈ മാതിരി പ്രവൃത്തി വരാനോട് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ മാപ്പ് കൊടുക്കാവുന്ന തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ 5 ദിവസം ജയിലിടേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? അദ്ദേഹത്തെ പോലുള്ള ഒരാളെ 5 ദിവസം ജയിലിലിടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. കാരണം അതുപോലത്തെ ഒരു കേസല്ല മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത്ര ആളെ വേറെ എന്തെങ്കിലും കൊലക്കുറ്റം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തു അത് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തെളിവല്ലേ ഈ കണ്ട ജനങ്ങളും സൂചി കുത്താനിടണ്ട. ഞങ്ങൾക്ക് നിൽക്കാൻ നേരണ്ടോ? ഇനിയും വരാനാണ് കിടക്കുന്നത് ആൾക്കാർ, ബോച്ചേന്റെ ഫാനുകൾ. ആയിരുന്നോ അല്ല സ്ലാങ് എങ്ങനെയാന്ന് പറഞ്ഞതാ. ബോച്ചേന്റെ ആരുമല്ലേ? ഞങ്ങൾക്ക് ബോച്ചനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഈ അങ്ങോട്ട് ഇങ്ങനെ അല്ല, ഞാൻ എൻ്റെ സംസാരം അങ്ങനെ ആയതുകൊണ്ടോ സ്ലാങ് അങ്ങനെ കുന്തിദേവി എന്നൊരു പരാമർശത്തിലൂടെയാണ് ബോച്ച ഇപ്പം ഈ 5 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. നമുക്കറിയാം കുന്തിദേവി മഹാഭാരതത്തിൽ ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹണി റോസിന്റെ ഡ്രസ്സ് കുന്തിദേവിയുടെ രൂപസാദൃശ്യമായിട്ട് ഉള്ളതുകൊണ്ടാണ് ബോച്ച കുന്തിദേവി പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ആൾക്കാർ വേറൊരു അർത്ഥത്തിലാണ് കാണുന്നത്. അത് പറയണ്ടായിരുന്നു. ഇതിന് 2 അർത്ഥം വരാൻ ചാൻസ് ഉണ്ടെന്ന്. നമ്മൾ അതിനെപ്പറ്റി ചോദിക്കില്ല. ഞങ്ങൾ കേട്ട് മടുത്ത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാറൊന്ന് വന്നിട്ടാണ് ഞങ്ങൾക്ക് വയനാട്ടിൽ പോകാൻ. അതിൻ്റെ പൊന്നു മോനാ പോണാറ് അടിക്കൂ. പറയണ്ട നമ്മൾ പറഞ്ഞു. എന്തിനാ അല്ല, ഞങ്ങളിപ്പം പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ സെൻട്രൽ ജയിലിൽ വരെ വന്നിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കാൻ കൂടെ വേണ്ടിയാണ്. അപ്പം നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നടിയോട് എന്താ പറയുള്ളത്? നടിയോട് പറയാനുള്ളത് ഒരിക്കലും ഈ ബോച്ചയെ പോലുള്ള ആളോട് ഇങ്ങനെ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു 16 ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ MD ഇങ്ങനെ ജയിലിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങളുടെ ജോലിനെയാണ് ബാധിക്കുക. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിര വരുമാനം നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ബോച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഹണി റോസിനോട് പറയാനുള്ളത് ഹണി റോസ് സമൂഹത്തിൽ ഒരു മനുഷ്യർക്ക് ഒരു സാലറിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭം നടത്തുന്ന അദ്ദേഹത്തിനെ ഇങ്ങനെ ആക്കിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത്രയുള്ള ഹണി റോസിനോട് പറയാനുള്ളത്. ഒരിക്കലും ഇതുപോലെ ഒരു കാര്യം ചെയ്യരുത് ആരോടും.